എന്ത് നടപടിയാണ് കൈക്കൊള്ളുക എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. അത്തരത്തിലുള്ള ഒരു വിഷയമാണ്. അതായത് എന്താണ് ഈ കടുവയെ പിടികൂടിയാൽ ചെയ്യാൻ പോകുന്നത്? വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ആ കടുവ അഥവാ കൂട്ടിലായാലും ഇവിടെ നിന്നും ജീവനോടെ കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ്. മാത്രമല്ല സുർജിത്ത്, നേരത്തെ അടിക്കാട് വെട്ടാനുള്ള തീരുമാനമെടുത്തു. എന്ത് നടപടി ഉണ്ടായി എന്നുകൂടി കണിശമായി നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. സുർജിത്ത്, ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. 20 അടിയിലെങ്കിലും അടിക്കാട് വെട്ടണമെന്നുള്ള ആവശ്യം വനംവകുപ്പിന്റെ മുമ്പാകെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം. അതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി നാട്ടുകാർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. DFO ഉണ്ട്, CCF ഉണ്ട്. അവരുമായി വിവരം സംസാരിക്കുകയാണ്. അവർ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധിക്കാനുള്ള കാരണം അതിനെ കൊല്ലാതെ വിടില്ല. ഇത് കൂട്ടിൽ കയറ്റിയാൽ ഇവർക്ക് കൊല്ലാൻ പ്രൊസീജിയർ ഇല്ല എന്നാ പറയുന്നത്. കൊല്ലാതെ ഇവിടുത്തെ ജനങ്ങൾ വിടില്ല. കൊന്നാലേ വിടൂ. ഒരു ഉദ്യോഗസ്ഥനും പുറത്തു പോയില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്നലെ മുതൽ ഈ നിമിഷം വരെ ഒരു പ്രൊസീജിയർ ഇവർ പൂർത്തിയാക്കിയില്ല. അരുൺ സക്കറിയ ഇതുവരെ വന്നിട്ടില്ല. ഇവരിവിടെ നിന്ന് തമാശ കളിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. ജനങ്ങൾ ഭയത്തിലാണ്. കുട്ടികൾ ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഈ ഒരു ദുരവസ്ഥ ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉണ്ടാവുന്നത്. നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ പരാതി, ആക്ഷേപം അത് ഇതാണ്. അതായത് അടിക്കാട് വെട്ടുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. കടുവയെ എന്തു തന്നെയായാലും ഇവിടെ നിന്ന് ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല, വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധി കൂടി മുന്നിലുണ്ട്. 3 തരത്തിലുള്ള ആ ഓർഡറിനകത്ത് പറയുന്നത് 3 തരത്തിലുള്ള നടപടിയാണ്. ഒന്ന് കേജിംഗ് ആണ്, ഒപ്പം തന്നെ മറ്റൊന്ന് മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ്. അതിനും സാധ്യമായില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി വനംവകുപ്പിന് മുമ്പിലുണ്ട്. ഏത് തരത്തിലുള്ള നിലപാടെടുക്കും എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അത് പറയാൻ തുറന്നു പറയണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞല്ലോ, ഞങ്ങൾ വെടിവെച്ച് കൊല്ലാം, പറ്റുമെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനമെന്ന് പറഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുമ്പോൾ പുറമോടിയാണ്, സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നു, ആ ഓർഡറിലുള്ള 5 ക്ലോസുകൾ, ആ ക്ലോസുകൾ ഒന്ന് നിങ്ങൾ വിശദീകരിക്കുന്നേ. നിങ്ങളൊന്ന് വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആ ഒരു ഓർഡർ കിട്ടാനായിട്ട് നിങ്ങള് നിസാരമായിട്ട് നിങ്ങളത് എടുക്കില്ല. ഞാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അടുത്ത് സംസാരിച്ചത്. സാറേ, ഇത് അങ്ങനെ ഒരു ഓർഡർ അല്ലെങ്കിൽ സംഗതി വളരെ ബുദ്ധിമുട്ടാവും, വളരെയധികം ബുദ്ധിമുട്ടാവും. ആ ഒരു ഓർഡർ പിന്നെ മിനിസ്റ്ററും അത് വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ഓർഡർ കിട്ടിയത്. ഇനി നമുക്ക് ആ ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി അത്ര വലിയ ഭയപ്പെടാനൊന്നുമില്ല. നമുക്ക് ഏത് കണ്ടീഷനും വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഈ കേജിങ്ങും ഇതും ട്രയാങ്കുലൈസേഷനും നമ്മൾ ട്രൈ ചെയ്താൽ, ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ആ ആനയ്ക്ക് ചത്തതിന്റെ കേസിൽ എത്ര കേസിൽ പ്രതിയാണെന്നറിയാം ഞാനൊക്കെ. നിങ്ങളോട് ഇതൊന്നും പറയുന്നില്ലല്ലോ. ഞങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് ഞാൻ ഉൾപ്പെടെ ആ തണ്ണീർക്കൊമ്പനൊക്കെ ചത്തതിനൊക്കെ പ്രതികളാണ് ഞങ്ങൾ ഉൾപ്പെടെ. വേറൊരു വിഭാഗം ഇന്നലെയും വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഷൂട്ട് ചെയ്താൽ നിങ്ങളെ പ്രതിയാക്കി കേസെടുക്കും. അവരടുത്തും പറഞ്ഞു, മാഡം യു പ്ലീസ് കം ഹിയർ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അവരൊക്കെ അവിടെ ടൗണിൽ ഇരുന്നിട്ട് അതും ഇതും പറഞ്ഞാൽ പോലുണ്ട്. ഇപ്പൊ സാറ് ഞങ്ങളോട് പറയുന്ന ഒരു വാക്കും വീണ്ടും ഞാൻ ചോദിച്ചതിനുള്ള ഒരു സാധനമല്ല സാറ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഓർഡറിലുള്ള 5 ക്ലോസുകളെ കുറിച്ച് മാത്രമേ ഞാൻ ചോദിച്ചത്. ആ ക്ലോസ് സാർ ഇപ്പോഴും പറഞ്ഞില്ല. ഞാൻ പറയുന്നു, ഏറ്റവും അടിയിൽ NTCA അതായത് അതിന്റെ അനുബന്ധമായ നടപടികൾക്ക് വിധേയം ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ട ഓർഡറിന്റെ അടിയിൽ നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയുടെ അവരുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ല എന്ന് സാർ പറഞ്ഞല്ലോ. ആ ഓർഡറിലില്ലേ? ആ ഓർഡറിൽ ഉണ്ടോ ഇല്ലയോ? അതെ, അതാണ് നമ്മളിപ്പോ ചെയ്തതും. ഇന്നലെ കൂടി വെച്ചതും ക്യാമറ വെച്ചതും പിന്നെ ട്രയാങ്കുലൈസ് ചെയ്യണതും എല്ലാം ഓർഡറിന് ഇതെല്ലാം. അതും വിജയിച്ചില്ലെങ്കിൽ നമ്മള് നമ്മളെ ഇത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആളുകളുടെ ഡിമാൻഡ് വളരെ കൃത്യമാണ്. ആളുകൾ പറയുന്നത് നരഭോജി കടുവയാണ്, അതിനെ വെടിവെച്ച് കൊല്ലണം. അതല്ല കൂട്ടിൽ കയറ്റിക്കൊണ്ട് പോകാൻ ആളുകൾ സമ്മതിക്കില്ല. അതാണ് ഇതിന്റെ ഒരു ആളുകളുടെ പൊതുവായ ഒരു കാര്യം കൂടെ ഇത് കൂടി ചേർത്ത് വായിച്ചോളൂ.
സാറ് പറഞ്ഞു മറ്റേ തണ്ണീർക്കൊമ്പൻ ചത്തതുമായി ബന്ധപ്പെട്ട് സാറും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ആളുകൾ പ്രതിയാണ്. പഞ്ചാരക്കൊല്ലിയിലെ കടുവ ചത്താൽ ഇവർ അതിനും വലിയ പ്രതിയാവും. ഇവർ അതിന് തയ്യാറാവില്ല എന്നുള്ളതിന്റെ എന്താ പറയാ, ഈ ഒരു ആ തരത്തിലേ കാണാവൂ. കാരണം നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. സർക്കാർ കൊടുക്കും നഷ്ടപരിഹാരം കൊടുക്കുമല്ലോ, 11 ലക്ഷം കൊടുക്കുമല്ലോ. അപ്പൊ ആ പ്രതിഷേധങ്ങൾ തടുക്കുമല്ലോ, അവർക്ക് ജോലി കൊടുക്കുന്നു പറഞ്ഞ് നിങ്ങളിപ്പോ എന്താ പറയാ വർഷങ്ങളായിട്ടും അജീഷിന്റെ കുടുംബത്തിന് കൊടുത്തോ ആർക്കെങ്കിലും കൊടുത്തോ? നിങ്ങൾ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് അവിടെ. അവരുടെ പ്രതിഷേധം സ്വാഭാവികമായും യുക്തിയുള്ള പ്രതിഷേധമാണ്. അവരവരുടെ മുന്നനുഭവം, അവരുടെ നേരത്തെയുള്ള അനുഭവങ്ങൾ പറയുകയാണ്. ഞങ്ങൾ അങ്ങനെ കാണൂ സർ. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഇവിടുത്തെ പൊതുജനങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പോയകാല അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നാട്ടുകാർ കയർക്കുകയാണ് ഉദ്യോഗസ്ഥരോട്. നാട്ടുകാരെ ഒരു തരത്തിലും അക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയുന്നില്ല. അവരവരുടെ മുന്നനുഭവം പറയുകയാണ്, അവരവരുടെ പ്രാണഭയം പറയുകയാണ്. ഈ കടുവ വെടിവെച്ച് കൊല്ലാൻ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ഭയക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ എസ് കെ സതീഷ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. അതും ശരിയാണ്. ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ ചത്ത കാര്യത്തിൽ പ്രതിയായ കാര്യമൊക്കെ ആ ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നു. അപ്പോൾ കൈവറയ്ക്കാതെ എങ്ങനെയാണ് കടുവ വെടിവെക്കാൻ ഉദ്യോഗസ്ഥന് കഴിയുക എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാരുടെ ആശങ്കയ്ക്ക് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ പ്രതിയാകുമെന്ന ആശങ്ക അത് വിലപ്പോകുന്നതല്ല. ഒരു സ്ത്രീയെ അങ്ങേയറ്റം 45 വയസ്സുള്ള ഒരു സ്ത്രീ അങ്ങേയറ്റം ക്രൂരമായി കൊന്ന ഒരു നരഭോജി കടുവയെ കൊല്ലണം എന്ന യഥാർത്ഥമായ ശരിയായ ഒരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയാണ്. നാട്ടുകാർക്ക് അവിടെ കിടന്നു പൊറുക്കണം. അവിടെ ആ മേഖലയിൽ ജീവിക്കുന്നവരാണ്, കുഞ്ഞുങ്ങളുണ്ട്, പുറത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് പേടിയില്ലാതെ ജീവിക്കാൻ അവരുന്നയിക്കുന്ന ആവശ്യം അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഉദ്യോഗസ്ഥർ അതിനോട് ഈ ഉത്തരവിനകത്ത് പോലും കൺഫ്യൂഷനാണ്. മന്ത്രി വന്ന് വെടിവെക്കാൻ ഉത്തരവ് എന്ന് പറഞ്ഞെങ്കിലും ഉത്തരവ് വായിച്ചാൽ അത് നേർക്കുനേർ വെടിവെക്കാൻ ഉത്തരവല്ല. ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഏറ്റവും ഒടുവിലാണ് വെടിവെക്കുക എന്നുള്ള അതിലേക്ക് പോകുന്നത്. കടുവ കൂട്ടിൽ കയറിയാലും അതിനെ ജീവനോടെ വിടില്ല എന്നാണ് നാട്ടുകാർ അവിടെ പറയുന്നത്. ഇതാ അവിടെ DF ഉണ്ട്, CCF ഉണ്ട്. അവർ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. ഒരു ഘട്ടത്തിലാണ് കൂട് വെച്ചത് എന്താ നമ്മൾ പറഞ്ഞേ? നമ്മളെന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞത് പിന്നെ അത് ജനങ്ങളുടെ ഫൈസൽ ഈ വിഷയത്തിൽ ഇവർ മറുപടി പറയട്ടെ. ഇവർ ഡൈവേർട്ട് ചെയ്ത് പോകണം. ഇവർ ഡൈവേർട്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ ജീവന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഡൈവേർട്ട് ചെയ്ത് ചെറുക്കറിന് പിടിക്കാം, പഞ്ചാരക്കൊല്ലി കൊണ്ടുവിടുക, പഞ്ചാരക്കൊല്ലിന്ന് പിടിച്ച് കല്ലോട് കൊണ്ടുവിടുക. നടക്കൂല സാറേ, നടക്കൂല. ഞാൻ ഒരു ജീവൻ പോകുമ്പോഴാണ് പാലില്ലാത്ത കുരങ്ങുകളാണ്. ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും അത്തരം കുരങ്ങുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് ആര് കൊടുന്ന് ഇവിടെ വിട്ടു? ചിലപ്പോ മുൻകാലങ്ങളിൽ പിടിച്ചത് കൊണ്ടുവന്നു. മുൻകാലങ്ങളിലല്ല, ഇതിന്റെ ഒരു ക്ലിയർ കിട്ടാൻ എത്ര ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം? ഇതിന്റെ എന്താണ് നിങ്ങൾ അടുത്ത പ്രൊസീജിയർ? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക? എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് പോവുക? ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 144 എത്ര ദിവസം പാസ് ഉണ്ടാവും എന്നൊക്കെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന ആ സാഹചര്യമല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഈ നിരോധനം ഇതൊക്കെ എത്ര കാലം ഞങ്ങൾ കാത്തിരിക്കണം? ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ഉദാഹരണത്തിന് പറയാം സാർ. സാറിനോട് ഒരു കാര്യം, ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം സാറേ. ഉദാഹരണം ഇപ്പൊ മണിയങ്കുന്നില് നിങ്ങൾ കൂട് വെച്ചു, നിങ്ങൾ എത്ര ദിവസം കൂട് വെച്ചു? നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ അവിടെ അത് ഉപേക്ഷിച്ചിട്ട് പോയി. 2 ചെറക്കരയിൽ ഇതേ സംഭവമാണ് എന്തായത് സംഭവിച്ചത്. നിങ്ങൾ കൂട് വെച്ചു, നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ പോയി, നിങ്ങൾ ആ ദൗത്യം ഉപേക്ഷിച്ചു പോയി. ഇവിടെയുള്ള പാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇപ്പുറത്തെ പിന്നെ കുന്നിൽ നിന്ന് തേയില നുള്ളുമ്പോ അപ്പുറത്തെ കുന്നിൽ കടുവയും കുട്ടികളെയും കാണുക. എത്ര കാലം നിങ്ങൾ ചെയ്തത് ഒന്നേ ഉള്ളൂ, കടുവയുണ്ട് കൂട്ടിക്കുക എന്ന് പറഞ്ഞ് കടുവയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട്